ആണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ചപ്പാത്ത് പാലത്തിന് അവിടെയാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ വെള്ളത്തിൽ കൂടെ നടന്നു പോയാൽ മുല്ലപ്പെരിയാർ ഡാമിൽ അവിടെ ചെല്ലുന്നതാണ്. അല്ലത് ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനം അത് നമുക്ക് ചേട്ടൻ യൂസ് ചെയ്യുമോ? അല്ല, ഫസ്റ്റ് ഇവിടെയാണ് പോകുന്നത് അല്ലേ? ചുളയില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പാടെ മുല്ലപ്പെരിയാർ സ്റ്റാലിനെ ഏൽപ്പിക്കുവാണെങ്കിൽ വല്ല നടപടിയും ഉണ്ടാവും. എങ്കിൽ നമ്മളും കൂടെ വീട്ടിലുള്ളപ്പോഴേ ഓട്ടാളും മക്കൾ പൊട്ടുകാല എന്ന് പറഞ്ഞ് നിന്നിട്ട്. എന്തായാലും നമസ്കാരമുണ്ട് സുഹൃത്തുക്കൾ. ഇപ്പോൾ രാവിലെ ഞങ്ങൾ എണ്ണിച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ മണർകാട് പാപ്പൻ ചേട്ടൻ്റെ, അതായത് മൈക്കിൾസ് അല്ലേ അദ്ദേഹത്തിൻ്റെ പേര് അല്ലേ, മൈക്കിൾ ചേട്ടൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്ന്, അതായത് തേക്കടിയിലുള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ. തേക്കടി നമ്മുടെ ഈ ഇങ്ങോട്ട് വരുന്ന റൂട്ട് ഏതാ? കുമളി തേക്കടി റൂട്ടിലാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നമ്പർ. എന്തായാലും വരേണ്ടവരൊക്കെ വന്ന് താമസിക്കും കേട്ടോ. ഇവിടെ പഴയ സിനിമാക്കാരൊക്കെ വന്ന് താമസിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അഭിചാരിയുമായിട്ടാണ് ഇവിടെ വന്നപ്പോൾ ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇന്ന ആളാണെന്നപ്പോൾ പറഞ്ഞു. അപ്പോൾ എന്തായാലും കണ്ടതിലും അതെ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ പരിചയപ്പെടാൻ പറ്റില്ല, വളരെ സന്തോഷം. അതെ, അപ്പോൾ എന്തായാലും ഇനി അവരെയൊക്കെ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് പരിചയപ്പെടണം, അതൊക്കെ പിന്നീട് ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ മുല്ലപ്പെരിയാർ ഇഷ്യൂ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ യാത്ര. അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്കത്തെ കുറച്ച് കാര്യം, ഇന്നിപ്പോൾ വള്ളക്കടവിലോട്ട് പോകുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകുന്ന കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ നേരെ ഇനി വിടുന്നത് തേക്കടിയിൽ നേരെ പോകുന്ന വണ്ടിപ്പെരിയാർ റൂട്ടാണ്. വണ്ടിപ്പെരിയാർ പോയിട്ട് വണ്ടിപ്പെരിയാർ വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. എങ്ങോട്ടെന്ന് പറഞ്ഞാൽ വള്ളക്കടവിന്. കാരണം ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്ലേസാണ് വള്ളക്കടവ്. ഇന്നത്തെ ഡേറ്റ് തരാപ്പിന് 12, ഇന്ന് 12-ആണ് തീയതി. അപ്പോൾ വരുന്ന 15-ാം തീയതി വലിയ ശക്തമായിട്ടുള്ള സമര മുറകളും കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണെന്ന് ഇങ്ങനെ കേൾക്കുന്നു. അപ്പോൾ അതൊക്കെ വരട്ടെ, കാര്യങ്ങൾ ജനങ്ങൾ ബോധവാന്മാരാകട്ടെ. കാരണം നമ്മുടെ ജീവൻ അതായത് ജീവനാണ് വില, അല്ലാതെ പണത്തിനല്ല വില. പണത്തിന് മാത്രം വില കൽപ്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർക്കുള്ള ഒരു എന്താണ് പറയുക, അവർക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാകട്ടെ. ആ തിരിച്ചറിവ് ഉണ്ടാകണമെങ്കിൽ ജനങ്ങൾ നടുവിലേക്ക് വരണം. വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു നീതി നിഷേധിക്കപ്പെടുന്നു. കേരള ജനതയെ കൊല്ലാൻ വേണ്ടി അതെ നമ്മൾ മരിച്ചാലും നമ്മുടെ മക്കളുടെ കാര്യം എന്തായി തീരും എന്നുള്ളൊരു അവസ്ഥ. അതെ, ഇന്ന് തന്നെ എനിക്കൊരു കമന്റ് ബോക്സിൽ ചേട്ടൻ തന്നെ കമന്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ലൈഫിൽ തോക്കാനല്ല, ജയിക്കാൻ വേണ്ടിയാണ് നമുക്ക് തന്ന ഈ ഗിഫ്റ്റ്. ഈ ലോകം നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഗിഫ്റ്റാണ്. ഈ ഗിഫ്റ്റിനകത്ത് നമ്മളെ കൊല്ലാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ അതെ മജോറിറ്റീസ് ആർ ഫൂൾ, മൈനോറിറ്റീസ് ആർ ബ്രില്യൻറ്റ്. ഈ മൈനോറിറ്റി ആയിട്ടുള്ള കുറച്ച് ഡബിൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി പോകും, ഞാൻ അത് പറയുന്നില്ല. എന്തായാലും അവരുടെ കണ്ണ് തുറക്കട്ടെ. ഇതൊക്കെ കണ്ട് അവരുടെ കണ്ണ് തുറക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ഒരു പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ. അല്ലാതെ ആരെയും നമ്മൾ തോപ്പിക്കാൻ വേണ്ടിയല്ല. നമ്മുടെ നാട് നന്നാണ്, നമ്മുടെ നാട്ടിലെ ജനത നന്നാണ്, ജനങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള നീതി ഉറപ്പാക്കണം. അതൊക്കെയാണ് നമ്മുടെ ആവശ്യം. നീതി നിഷേധിക്കപ്പെടുന്നതിന് വേണ്ടി കട്ടയ്ക്ക് നിൽക്കുന്ന മിലിധാരണ ടീമിൻ്റെ ഒരു ധീരരോധനമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അറിയിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ മുന്നോട്ട് പോകണം. തേക്കടിയിൽ നിന്ന് പോകുന്ന യാത്ര വള്ളക്കടവിലേക്കുള്ള യാത്രയാണ് കാണാൻ കാഴ്ചത്. അങ്ങനെ നമ്മൾ വണ്ടിപ്പെരിയാർ എത്തിയിരിക്കുകയാണ്. വണ്ടിപ്പെരിയാറിൻ്റെ ഏകദേശം രൂപം കണ്ടല്ലോ. വെള്ളം വരുമ്പോൾ ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഏരിയകളാണ് കേട്ടോ. നല്ല അടിപൊളി തെളിഞ്ഞ മാനം, തെളിഞ്ഞ സ്ഥലം. എന്താ പണ്ടത്തെ ഒരു കാണേ ഞാൻ വീഡിയോ എടുത്ത് അതിന് പേര് പറഞ്ഞില്ല. രസകരമായിട്ട് അടിപൊളി സ്ഥലമല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് തിരിഞ്ഞു പോകുന്നത് കേട്ടോ. ഇവിടെ നേരെ പോകുന്ന വള്ളക്കടവിലേക്കാണ് പോകുന്നത്. പീരുമേട് വള്ളക്കടവ് ഗവി റൂട്ട് കേട്ടോ. ഇവിടുന്ന് പുല്ലുമേട് 24 കിലോമീറ്റർ, വള്ളക്കടവിന് 8 കിലോമീറ്റർ ഉണ്ട്. കോട്ടയം 96 കിലോമീറ്റർ. ഈ ജംഗ്ഷനിൽ നമുക്ക് നേരെ തിരിഞ്ഞു പോകണം. അങ്ങനെ അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം, ഒരു രക്ഷയില്ല. കാണാനുള്ള കാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ വിശാലമായിട്ടുള്ള കാഴ്ചയാണ്. അവിടെ ക്യാമറയൊക്കെ തൂക്കി പോയിട്ടുണ്ട് സ്റ്റേറ്റിലാണ്. നമുക്ക് അടിപൊളി റോഡ്. അങ്ങനെ പ്രകൃതി രമണീയമായിട്ടുള്ള അടിപൊളി സ്ഥലങ്ങളാണ് ഈ ഒരു ഏരിയയിലുള്ളത്. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രകൃതി രമണീയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നടക്കുന്നതല്ലാതെ വേറൊന്നും നടക്കുന്നില്ല എന്നാണ് അതൊരു വലിയൊരു ഹൈലൈറ്റ് കേട്ടോ. എന്തായാലും നമ്മൾ വർഷങ്ങളായി അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ തന്നെ മടുത്തു. കാരണം എല്ലാ തവണയും വർഷങ്ങളായിട്ട് അവരിങ്ങനെ ചാനലിൻ്റെ മുന്നിൽ വരിക പറയുക ഇത് തന്നെ. ഇവിടെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഒരു രാഷ്ട്രീയക്കാരും ഒരു മൈൻഡ് ചെയ്യാത്തൊരവസ്ഥയിലൂടെയാണ് ഈ വള്ളക്കടവുകാർ പൊക്കോണ്ടിരിക്കുന്നത്. വള്ളക്കടവിൻ്റെ ഒരു എന്ത് ചെയ്യാൻ, ആരോട് പറയാൻ, ആര് കേൾക്കാൻ അവസ്ഥ എന്നൊക്കെ വേണേൽ പറയാം. ഇവിടെ കണ്ടിട്ട് ഇതൊക്കെ പാടിയാണ് കേട്ടോ. ഒരുപാട് പാടികളുണ്ട് ഇവിടെ. പാടികളിൽ താമസിക്കുന്നല്ലേ പാടികളിൽ താമസിക്കുന്ന ജനങ്ങൾ ഒരുപാട് ഈ ഇതിലേക്ക് മരുന്നടിക്കുകയാണ്. അവർ കൃത്യമായിട്ട് മരുന്നടിച്ച് നമ്മളെ മരുന്ന് തീറ്റിക്കാൻ പോകണം. കാലം പോലെ പോകെ. അപ്പോൾ എന്തായാലും അവിടെ ചെറിയൊരു അടി നടക്കുകയാണ്. എവിടെ അടിക്കും, ഞാൻ അടിക്കും, നീ അടിക്കും. അപ്പോൾ അങ്ങനെ അവിടെ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അടി എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, അത് നടക്കുന്നത് ഇടയ്ക്ക് കയറി അടിക്കുന്ന ലൈനപ്പായിട്ട് നടിക്കണം എന്ന് പറഞ്ഞുള്ള ഒരു ഗെയിമാണ് നടക്കുന്നത്. അതൊക്കെ പോട്ടെ. വീതി കുറഞ്ഞ ചെറിയ ഗ്രാമങ്ങളിലൂടെയുള്ള നമുക്ക് രാപ്പാർക്കാം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് അതൊരു പാട്ട് പോലെ ഗ്രാമങ്ങളിൽ രാപ്പാർക്കാം അല്ലേ എന്ന് പറഞ്ഞ നമ്മൾ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയാണ്. ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങൾ സാധാരണ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ എങ്കിൽ ഇവിടെ ചില ആൾക്കാരുണ്ട്. സത്യത്തിലോട്ട് പോകുന്ന വഴിയാണല്ലേ. ഇവിടെ ചില ആൾക്കാരുണ്ട്. ആൾക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ റേഞ്ചാണ്. അവർ ഒരു പ്രത്യേക ടൈപ്പിലുള്ള ആൾക്കാരാണ് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം അതിനെപ്പറ്റി വ്യക്തമായിട്ട്. അവരൊരു പ്രത്യേക
പ്രത്യേക രീതിയാണ്. രീതി എന്ന് പറഞ്ഞാൽ വരുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് കാശ് പിടിച്ച് വാങ്ങി ഇങ്ങനെ ചില പ്രത്യേക രീതിയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവരെപ്പറ്റി നമുക്ക് പറയുന്നില്ല. നമുക്കറിയാവുന്ന 2 സുഹൃത്തുക്കളിൽ നിന്ന് കാശൊക്കെ വാങ്ങിച്ചാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ പഠിക്കട്ടെ. എന്തായാലും സ്വന്തം നാടിന് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു കൂട്ടം കേരളത്തിലെ അവർക്ക് പോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്കല്ലേ പോകത്തുള്ളൂ, ബാക്കിയുള്ള ജില്ലക്കല്ലേ പോകത്തുള്ളൂ. എന്തായാലും കണ്ടാണ് ഈ മലകളുടെ ഇട സൈഡിൽ കൂടെയാണ് ഈ മുല്ലപ്പെരിയാർ വെള്ളം പൊട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് എനിക്ക് പറയാം. അതിൽ കൂടുതൽ നമ്മൾ പറയുന്നില്ല. കാര്യം റിയാലിറ്റിയാണ് നമ്മൾ കാണിക്കുന്നത്. നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഈ വള്ളക്കടവിലേക്ക് പോകുന്ന യാത്രയാണ് വള്ളക്കടവ്. ആദ്യം അതായത് മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആദ്യം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഏക ഡാം എന്ന് പറഞ്ഞാൽ വള്ളക്കടവ് ഡാമാണ്. വള്ളക്കടവ് ഡാം കഴിഞ്ഞിട്ടേ പിന്നെ ഏത് ഡാമിനും എന്തും ഉണ്ടാകത്തുള്ളൂ എന്നും കൂടെ കൂട്ടിച്ചേർത്ത് വേണം പറയണം. നല്ല അടിപൊളി അമ്പലവും അല്ലേ. പിന്നീട് ഞാൻ ഇവിടെ ഒരു 80% ആൾക്കാർ തമിഴ് ആൾക്കാരാണ്. അവർ കൂടുതൽ കാര്യങ്ങൾ പറയില്ല. കാര്യം അവരുടെ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമേ അവർ സംസാരിക്കാറുള്ളൂ. 20% ആൾക്കാർ മാത്രമേ ഉള്ളൂ കേരള തമിഴ് ചായവരുള്ള 20% ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ മലയാളി സൈഡിൽ ഇവിടുത്തെ എന്തുകൊണ്ട് ഈ ഒരു ഇവിടുത്തെ സമരം അധികം സ്ട്രോങ് ആകത്തില്ല എന്ന് പറയാൻ കാര്യം ഇവിടുത്തെ കുറ്റം പറയല്ല. ഇവിടുത്തെ തമിഴ് മക്കൾ പറയുന്ന അവർ പറയുന്ന ഡാം പൊട്ടുകയെന്നാണ് പറയുന്നത്. മലയാളീസ് പറയുന്നത് പൊട്ടുന്നു. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനം അത് ഡീകമ്മീഷൻ ചെയ്യേണ്ടത് ഇതിപ്പോൾ തമിഴ്നാടിൻ്റെ കയ്യിലായിരുന്നെങ്കിൽ തമിഴ്നാട് എപ്പോഴേ ഇത് പൊളിച്ച് പുതിയ ഡാം പണിഞ്ഞേനെ. കാര്യം അവരത് ദീർഘപക്ഷത്തോട് ചെയ്തേനെ. ഇവിടെ മലയാളികളുടെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ടല്ലേ മലയാളികൾ പണത്തിന് മേൽ ഒരു പരുന്തും പറക്കുകയില്ല എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് അത്. മലയാളി എന്ന് പറയുമ്പോൾ മലയാളികളെ കൊലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു പ്രവണതയാണ് മലയാളിയെ തന്നെ കൊലയ്ക്ക് കൊടുക്കുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. ഒരു കൂട്ടം ആൾക്കാർ മജോറിറ്റീസ് ആർ ഫൂൾസ് മൈനോറിറ്റീസ് ആർ ബ്രില്യൻ്റ് എന്ന ഒരു ഉത്തമ വാക്യം വേണം ഇവിടെ നമ്മൾ എടുത്തെടുത്ത് പറയാൻ. കാരണം മജോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ കാശ് വാങ്ങിച്ചിട്ട് മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ കാശ് വാങ്ങിച്ചിട്ട് മജോറിറ്റി ആയിട്ടുള്ള ആൾക്കാരെ കൊലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യമാണ് ഇവിടുത്തെ ഈ ഒരു രംഗങ്ങളൊക്കെ. വളരെ സങ്കടമുണ്ട്. എന്തായാലും എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ 60 വയസ്സ് കഴിയുമ്പോൾ അവർ പെൻഷൻ വാങ്ങിച്ച് അവരുടെ നാട്ടിലേക്ക് പോകും. അപ്പോൾ എന്തായാലും കറുപ്പ് പാലം മുസ്ലിം ജമാഅത്ത് ഒക്കെ ആ ഭാഗത്തായിട്ട് വന്നു. അമ്പലവും പള്ളിയെല്ലാം അടുത്തടുത്താണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗം ഒന്നും കാണുകയില്ല എന്നും കൂടെ വേണം കൂട്ടിച്ചേർക്കുന്നത്. അടിപൊളി സ്ഥലം, പ്രകൃതി രമണീയമായിട്ടുള്ള അടിപൊളി മാസ് വൈവിഫിക്കേഷൻ സ്ഥലമാണ് ഈ ഒരു റൂട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. എന്തിനായാലും കൊള്ളാം, പൊളി സ്ഥലം, റേഞ്ചാണ്. ചെറിയ റോഡാണല്ലേ, എന്ത് ഭംഗിയല്ലേ, എന്തുമാത്രം ഓക്സിജൻ്റെ കലവറയാണ്, വെള്ളമാണ്. അതെ, ഓക്സിജനാണ് നമ്മുടെ ഭൂമിക്ക് വേണ്ടി കൊടുക്കുന്നതറിയോ. വേണ്ട, ഇതാണ് ഈ കാണുന്ന സ്ഥലമാണ് നമ്മുടെ വെള്ളം വന്നു കഴിഞ്ഞാലത്തെ ഒരവസ്ഥ. അതെ, ഇതിലേ വന്നാൽ ഇവിടെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ടായിരിക്കും പോകുന്നത് കേട്ടോ. ഓക്കെ, ഇങ്ങനെ വെള്ളം ഈ വണ്ടിപ്പെരിയാറിൽ നിന്ന് വരുന്ന വെള്ളമാണ്, ഇങ്ങനെ ഒഴുകി പോകുന്ന വെള്ളമാണിത്. അപ്പോൾ അതെനിക്കൊന്ന് അതായിരിക്കും ഈ വള്ളക്കടവ്. ഇതിന് കുറച്ചടുത്താണ്, വലിയ ദൂരമില്ല വള്ളക്കടവ്. നമുക്കൊന്ന് വള്ളക്കടവിലോട്ട് പോവാം. അവിടെ ചെന്നിട്ടുള്ള കാഴ്ച നമുക്ക് കാണാം. ഓക്കെ, എന്തായാലും നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. കാഴ്ച ഇവിടെ ജീപ്പാണ്, ജീപ്പും ഓട്ടോയുമാണ് പോകുന്നത്. എടുത്തണം നീ ചെല്ലുന്ന ഈ വള്ളക്കടവ് ഈ ഭാഗത്തുള്ള ജനങ്ങൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാവും അറിയോ. എടുത്തോ, സാധനം എടുത്തോ. യു മൊബൈൽ കോട്ട. ഈ ഭാഗം നമ്മൾ ഈ പോകുന്ന ഭാഗങ്ങളൊക്കെ ഇല്ല എന്ന് പറയുമ്പോൾ അടി പോകുമെന്ന് പറയുമ്പോൾ ഓർക്കുമ്പോൾ വളരെ സങ്കടമുണ്ട്. ഇവിടെ ഒരുപാട് ജനങ്ങളുള്ള ഏരിയയാണ്. മനസ്സിലാക്കുക, ഇവിടെ നിന്ന് ഇങ്ങനെ ചപ്പാത്തിലോട്ട് പോകുമ്പോൾ ചപ്പാത്ത ഭാഗം അങ്ങനെ ആ ഏരിയയിലൊക്കെ ഒന്ന് ആലോചിച്ച് ചോദിക്കും. ഞാൻ ഒരു ഭാഗം മുണ്ടക്കേ ഭാഗത്തേക്ക് പോകും, ഒരു ഭാഗം ചപ്പാത്തിലേക്ക് ഓർക്കുമ്പോൾ വളരെ പേടിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. മനസ്സിലാക്കുക എന്താണ് ഇതിൻ്റെ ഭവിഷ്യത്ത്. ഇവിടെയുള്ളവർ അവർ 50 വയസ്സല്ല 60 വയസ്സ് കഴിയുമ്പോൾ അതായത് ഒരു ഭൂരിഭാഗം തമിഴ് ആൾക്കാർ അവർ ജോലി കഴിഞ്ഞ് റിട്ടയർമെൻ്റ് ആയിട്ട് അവർ നേരെ തമിഴ്നാട്ടിൽ പോയി അവർ വീട് വെക്കും. ഇവിടെ ജോലി ചെയ്തുകൊണ്ടാണ് തമിഴ്നാട്ടാണ് അവർ വീട് വെക്കുന്നത്. അവരുടെ സ്വന്തം സംസ്ഥാനമായ തമിഴ്നാട്ടാണ് വീട് വെക്കുന്നത്. ഒരു ഭൂരിഭാഗം വരുന്ന ആൾക്കാർ, കുറച്ച് ആൾക്കാർ ഇവിടെ നിന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ കാണുമ്പോഴും പറയുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ നമുക്കേ പോകും എന്നുള്ളൊരു ചിന്താഗതി. അതെ, എന്തായാലും അവരുടെ കാര്യങ്ങളൊക്കെ സെറ്റപ്പായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഓർക്കും വളരെ സങ്കടമുണ്ട്. എന്തായാലും സങ്കടകരമായിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ഒന്ന് മനസ്സിലാക്കുക, അതെ നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്. അതെ, ഒന്ന് മനസ്സിലാക്കുക, ഇന്ത്യക്കാരാണ്, തമിഴ്ന്നോ മലയാളിന്നൊന്നുമില്ല, ഇന്ത്യക്കാരാണ്. നമ്മുടെ ചിന്താഗതി ഉണ്ടെങ്കിൽ എല്ലാം സെറ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നമ്മൾ നേരെ വള്ളക്കടവ് പാലത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഈ പാലത്തിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ പാലം ആദ്യം പോകുന്ന ഈ ഗ്രാമത്തിൽ കൂടെ വന്ന് ഈ പാലം ഓടിച്ചു പോകുന്നു. 2 സ്ഥലത്തേക്ക് ഇവിടെ നിർത്തുകയാണ്. ഇനി കാണിച്ചു തരാം. നമ്മൾ നിൽക്കുന്ന HPC വള്ളക്കടവ് ചപ്പാത്ത് പാലം എന്ന് വേണം പറയാം. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് വേണമെന്നല്ല, അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ചപ്പാത്ത് പാലത്തിന് അവിടെയാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ വെള്ളത്തിൽ കൂടെ നടന്നു പോയാൽ അങ്ങ് ചപ്പാത്ത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അവിടെ ചെല്ലുമെന്നാണ് പറയുന്നത്. അതെ, അപ്പോൾ എന്തായാലും ചേട്ടന്മാർ ഇവിടെ റീസർവേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എളുപ്പം സർവേ ചെയ്തു, ഇല്ല കിട്ടത്തില്ല കേട്ടോ. ഒരു സർവേ ചെയ്യാൻ കാരണം മറ്റേ ഈ ഡിജിറ്റൽ സർവേയുടെ ഭാഗമായിട്ടല്ലേ. അതായത് ഏത് പഞ്ചായത്തിൻ്റെയാ? പെരിയാറല്ലേ? ഓക്കെ, എളുപ്പം ചെയ്തു. ഓക്കെ, ഇല്ലെങ്കിൽ പാലവും കാണത്തില്ല, ഒന്നും കാണത്തില്ല. ആഹാ, ഇവിടെ ആളുണ്ടോ?
നമ്മൾ ചപ്പാത്ത് വള്ളക്കടവ് പാലത്തിലാണ് നിൽക്കുന്നത്. അതായത് ഈ പാലത്തിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 6 ചേച്ചിയെ ഇവിടുന്ന് 6 കിലോമീറ്റർ അല്ലേ ഡാമിലോട്ട്? 6 കിലോമീറ്റർ അല്ലേ ഡാമിലോട്ട്? 6 അല്ലേ? ഓക്കെ. അപ്പോൾ 6 കിലോമീറ്ററേ ഉള്ളൂ ചപ്പാത്ത് ഡാമിലേക്ക് പോകാൻ വേണ്ടി അല്ലേ. അപ്പോൾ എന്തായാലും വേണ്ട അവർ ഡിജിറ്റൽ സർവേക്കാർ അവിടെയൊക്കെ വന്നിരിപ്പുണ്ട്. അപ്പോൾ കണ്ടോ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞാൽ വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി മലയുടെയൊക്കെ അപ്പർ സൈഡായിട്ട് വരും. ഏകദേശം ഒരു 6-7 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വെള്ളം വരുന്ന അവസ്ഥയെപ്പറ്റി നമ്മൾ വിചാരിക്കുന്നതിലും അതിഭീകരമായിരിക്കുമെന്നാണ് പറയാനുള്ളത്. കാരണം ഇവിടുത്തെ ജനങ്ങൾ അവർക്ക് അവരുടെ ജീവിത ആയുഷ്കാലം മൊത്തം അവരുണ്ടാക്കിയത് മൊത്തം ഇവിടെ തന്നെയാണ്. അവരിനി എങ്ങോട്ടാണ് മാറിപ്പോൾ? അപ്പോൾ അതിനൊരു പുതിയൊരു പാലം എന്നൊരു പരിഹാരമാണ് എല്ലാവരും പറയുന്നത്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനം അത് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്ത് പുതിയൊരു പാലം കൊണ്ടുവരുവാണെങ്കിൽ വലിയ ഉപകാരമാണ്. അതെ, വീതി പടർത്തുമല്ല, വേറെ ഓപ്ഷനില്ല, ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ട് ഞങ്ങളുടെയൊക്കെ നമ്മുടെ എല്ലാം കുടുംബക്കാരും ബന്ധുക്കളെല്ലാം ഈ നാട്ടിലൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കാര്യം പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇവിടെ വരെ ഇങ്ങനെ അറ്റം വരെ നമ്മൾ നടന്നു. ഇത് 2 സൈഡിലും, അങ്ങേ സൈഡിലും ഇങ്ങേ സൈഡിലും. ഇത് വള്ളക്കടവ്. ഇത് വള്ളക്കടവല്ലേ? ചപ്പാത്ത്. ഇവിടെ അങ്ങോട്ട് വള്ളക്കടവ് എത്ര കിലോമീറ്ററുണ്ട്? മുല്ലപ്പെരിയാറിനെ പറ്റി എന്നാ പറയുക? എല്ലാം പറയുന്നോ? നിങ്ങൾ ഇവിടെ താമസമാണോ? KSB ആ. മുല്ലപ്പെരിയാറിന്റെ അവസ്ഥയെപ്പറ്റി എന്തെങ്കിലും പറയുന്നോ? ജനങ്ങൾ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ജനങ്ങൾ പറയുന്നത് തോന്നുന്നില്ല. അതിന് കാരണം അതിന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പണ്ടത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വർക്ക് അല്ലത് ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനം അത് ചേട്ടൻ യൂസ് ചെയ്യുമോ? അല്ല, ചെയ്യാൻ പറ്റില്ല. പറ്റത്തില്ല. അപ്പോൾ ഇതിനിപ്പോൾ ഒരു 50 വർഷമല്ലേ കുക്ക് പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ 129 വർഷത്തോളമായി. അപ്പോൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് പുതിയൊരു ഡാം അതിൻ്റെ ഫ്രണ്ടിലും കെട്ടിയാൽ തീരാവുന്നല്ലേ ഉള്ളൂ. സേഫ്റ്റി ആയിട്ട് ചെയ്യാൻ അതൊന്ന് സേഫ്റ്റി ആക്കി ഒന്ന് ബലപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യാവുന്ന കാര്യമുള്ളൂ. പൊട്ടിയാൽ എനിക്കും പോയി, ചേട്ടനും പോയി, തമിഴ്നാട്ടുകാർക്കും പോയി, കേരളക്കാർക്കും പോയി, 2 സൈഡും പോയി. ആറ് ഡിസ്ട്രിക്ട് അല്ല, 6 ഡിസ്ട്രിക്ട് പോകുക തന്നെയല്ല, ബുദ്ധിമുട്ടാണ്. അത് ഞാൻ ചോദിച്ചത് ഈ ഇവിടോട്ട് ഇത് പൊട്ടി വന്നാൽ തന്നെ കേരളത്തിന് 6 ജില്ല പോവും, തമിഴ്നാട്ടിൽ പിന്നെ വെള്ളവും കിട്ടത്തില്ല. അതിന് നല്ലത് ഒരു ഡാം വെച്ച് കഴിഞ്ഞാൽ 2 പേർക്കും അവർക്ക് വെള്ളവും കിട്ടും, ഞങ്ങൾക്ക് പച്ചക്കറി കിട്ടും. അപ്പൊ എന്തായാലും ചേട്ടൻ KSB എവിടെ വർക്ക് ചെയ്യുന്നത്? വണ്ടിപ്പെരിയാറല്ലേ? അപ്പൊ നടക്കട്ടെ, എന്തായാലും ചോദിച്ചതാണ്. ചേട്ടന്റെ ഈ ഞങ്ങൾ മില്ലുകാരൻ എന്ന് പറയും, ഒരു യൂട്യൂബ് ചാനലാണ്. അതായത് ചേട്ടന്റെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ്, വെള്ളം വന്നാൽ ഇവിടെ 30 വർഷമായി, ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ മൊത്തം കറങ്ങുന്ന ഒരാളാണ്. അപ്പൊ ഈ വെള്ളം വന്നാൽ ഇവിടൊക്കെ പോവോ? ഫസ്റ്റ് ഇവിടെയാ പോകുന്നത് അല്ലേ? ഫസ്റ്റ് ഇത് ഇവിടെ നിന്നല്ലേ വരുന്നത്. ചേട്ടന്റെ വീട് എവിടാ? കുമളി അല്ലേ? അപ്പൊ പേടിക്കണ്ടല്ലേ? എന്നാലും ജനങ്ങൾ നമ്മൾ കണ്ടു കേട്ട് നമ്മൾ സഹകരിക്കുന്ന ഈ വയനാടിന്റെ തുറന്നു തന്നെ നമ്മൾ സഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ചാലഞ്ചൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ജനങ്ങൾക്ക് അവർക്ക് ചെല്ലണം, ജനങ്ങളിലേക്ക് എത്തണം. അവിടെയാണ് ഒരുപാട് കേസ് നടക്കുന്നുണ്ട്. അറിയാം. പക്ഷെ അവർക്ക് ചെല്ലണം. ജനങ്ങളുടെ പേരിൽ പിരിവുകൾ നടത്തുന്ന ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നാണ് ചേട്ടൻ പറയുന്നത്. അതെ അല്ലേ? അവിടെ ചെല്ലണം. ഓക്കെ. അപ്പോൾ എന്തായാലും ചേട്ടാ നടക്കട്ടെ, കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് നീങ്ങട്ടെ. ഓക്കെ. അപ്പോൾ എന്താ ഇതുപോലെ ചെറിയ ബസ്സുകളാണ് കേട്ടോ, വള്ളക്കടവ് പെരിയാറ്. ഓക്കെ. ഇതുപോലെ ബസ്സുകൾ എല്ലാം നിലച്ചു പോകും. അപ്പോൾ ഇതൊക്കെ മനസ്സിലായിക്കൊണ്ട് നമ്മൾ ജനത ഇടപെട്ടെങ്കിലേ കാര്യമുള്ളൂ. അപ്പോൾ ജനങ്ങളല്ല, ഇത് ചുക്കാൻ പിടിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ കണ്ണു തുറക്കണമെന്നാണ് പറയുന്നത്. എത്രയും പെട്ടെന്ന് ഇവിടെ ജനങ്ങളെ സേഫ്റ്റി ഉള്ളവരാക്കി മാറ്റി തീർക്കുക. അപ്പോൾ എന്തായാലും കണ്ടില്ലേ 2 സൈഡിൽ, ആ സൈഡിലെല്ലാം ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. ആ സൈഡിൽ ഈ സൈഡിൽ ഒരുപാട് വീടുകളുണ്ട്. വീടുകളുടെ ഒരു നീണ്ട സംസ്ഥാന സമ്മേളനം തന്നെയാണ്. നമ്മൾ പറയുമ്പോൾ വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്. വേറെ നിവൃത്തിയില്ല. നമുക്ക് ഇങ്ങനെ വീഡിയോയിലൂടെ പല കാര്യങ്ങളും നമ്മൾ പറയാറുണ്ട്. ചുണയില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിലെ ഒരു മന്ത്രിമാർക്കും ചുണയില്ലെന്നാണ് പുള്ളി പറയുന്നത്. എല്ലാം പറയാനുണ്ടോ മുല്ലപ്പെരിയാറിന്റെ അവസ്ഥയെ? മുല്ലപ്പെരിയാറിന്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ ഒരു സർക്കാർ മുല്ലപ്പെരിയാറിനെ കുറിച്ച് നിയമം ഉണ്ടോ, നടപടി എടുക്കുന്നുണ്ടോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. ഇത് പാടെ മുല്ലപ്പെരിയാറ് സ്റ്റാലിനെ ഏൽപ്പിക്കുവാണെങ്കിൽ വല്ല നടപടിയും ഉണ്ടാവും. അത് തന്നെ എനിക്ക് അത്ര മാത്രമേ പറയാവുള്ളൂ. പിന്നെ ദൈവത്തെ ഓർത്ത് ഇത് പൊട്ടുവാണെങ്കിൽ നമ്മളും കൂടെ വീട്ടിലുള്ളപ്പോഴേ പൊട്ടാളും. മക്കളും പിള്ളേരും അമ്മ അല്ല അടക്കം മറ്റേ വയനാട്ടിൽ പോയാൽ ഒരുമിച്ച് അങ്ങ് ഒരിച്ചു പോകാൻ. അല്ലാതെ നമ്മളെവിടെയെങ്കിലും പണിക്ക് പോയി കിടന്നിട്ട് വരുന്ന സമയത്താണെങ്കിൽ മക്കളെയും കെട്ടുകയില്ല, നമ്മൾ ജീവനോട് ഇരുന്നിട്ട് കാര്യമില്ല, ഉരുകിച്ചാകാവുന്നില്ല. പൊട്ടുകയില എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് 3-4 ദിവസമായുള്ളല്ലോ കർണാടകത്തിലൊന്നും പൊട്ടിയിട്ട് അല്ലേ? ബാക്കി 13 ഷട്ടറും 33 ഷട്ടറും കൂടി തുറന്നു വിട്ടില്ലേ? അത് എത്ര വർഷം പഴക്കമുള്ള? ഇതിനെ ഇത്രയും പോലും ഇല്ല. സുർക്കിയുടെ ഇത് പണിഞ്ഞതിന് ശേഷം പണിഞ്ഞതാണ്.
ഇത് മുല്ലപ്പെരിയാറിനെക്കാട്ടിലും കാലപ്പഴക്കം കുറഞ്ഞ ഡാമാണ് പൊട്ടിയത്. പിന്നെ ഇത് പൊട്ടുകാരുന്ന ഏത് ഉറപ്പിലാണ് പറയുന്നത്. പിന്നെ ഈ ഉപസമിതികളുണ്ട്, പിന്നെ മുല്ലപ്പെരിയാറിൻ്റെ എന്നാ പറഞ്ഞ രക്ഷാസമിതിയുണ്ട്, മുല്ലപ്പെരിയാറിൻ്റെ നിരീക്ഷണങ്ങളുണ്ട്, മുല്ലപ്പെരിയാറിനെ കുറിച്ച് പഠിക്കാൻ ആൾക്കാരുണ്ട്. ഇതിൻ്റെ അകത്തെല്ലാം ഡാം എഞ്ചിനീയറിംഗ് പഠിച്ച ആരെങ്കിലും ഉണ്ടോ? ഒരാളില്ല. പെനക്കിനെ പോലെ ഡാം എഞ്ചിനീയറിംഗ് പഠിച്ച ആരെങ്കിലും, ബ്രിട്ടീഷുകാരനെ പോലെ തന്നെ ഡാം എഞ്ചിനീയറിംഗ് പഠിച്ച ആരെങ്കിലും ഉണ്ടോ? ഇതിൻ്റെ അകത്ത് ആരുമില്ല. പിന്നെ കുറേ എഞ്ചിനീയർമാർ പോകുന്നു, നോക്കുന്നു, വരുന്നു, ഇത് പൊട്ടുകയെന്ന് പറയുന്നു, ആ പൊട്ടുമ്പം പൊട്ടിയെന്ന് പറയും. അത് തന്നെ. ഏതായാലും ഇപ്പം ഈ കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും BJP ആണെങ്കിലും കേരളം ഭരിക്കുന്നത് അവരിയ്ക്കുന്നിടത്ത് വെള്ളം കയറുകയല്ല. നിയമസഭാ മന്ദിരത്തിൻ്റെ ചുറ്റും മന്ത്രിമന്ദിരത്തിൻ്റെ ചുറ്റും വെള്ളം പോകുമല്ലോ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ. സേഫ്റ്റിയാണ്. പിന്നെ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഹൈക്കോടതിയിലെ ജഡ്ജി ചിലപ്പം പോയിരിക്കും. അത്രേ ഉള്ളൂ. ഹൈക്കോടതിയുടെ 3-ാം നില മുങ്ങുമെന്നാണ് അറിവ്. വ്യക്തമായിട്ടൊന്നും നമുക്കറിയില്ല. അവരെങ്കിലും ഒന്ന് ഇടപെട്ട് കണ്ണു തുറക്കട്ടെ. അത് തന്നെ. ഓക്കെ. ഓക്കെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ വണ്ടിപ്പെരിയാർ പാലത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇതാണ് ഇവിടെ വണ്ടിപ്പെരിയാറിൻ്റെ കാഴ്ചകൾ. ലിബു മാത്യു വക്കീലുണ്ട്. അപ്പോൾ എന്തായാലും കൂടിയാണ് സുഹൃത്തുക്കളെ. കണ്ടില്ലേ, രണ്ട് സൈഡും നല്ല അടിപൊളി കൃഷിയും കർഷകരായിട്ട് വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ജനതയാണ്. അതെ, ഇതിൻ്റെ ഭീഷണിയോടുകൂടി, അതെ, ഈ ഒരു ഡാമിൻ്റെ ഭീഷണിയോടുകൂടി നിൽക്കുന്ന ജനങ്ങൾ കഷ്ടമുള്ളവരുടെ കാര്യം എന്ത് ചെയ്യാൻ, ആരോട് പറയാം, ആരും എന്ത് ചെയ്യാൻ. ഇവിടുന്ന് ഇൻഫ്ലോക്കല്ലേ കോഴിക്കുഞ്ഞുങ്ങൾ കരുതുന്നുണ്ട്. സത്രത്തിൽ വന്നായിരിക്കും അറിയാം. സത്രം കമ്പൾസറിയാണ് ട്രെയിനിങ്. വീണ്ടും വള്ളക്കടവിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് 2-3 നമ്മുടെ ഒരു സന്യാസി ചേട്ടനെ പരിചയപ്പെട്ടു. അത് മൈക്കിൾ ജോസഫ് എന്ന സന്യാസി നമ്മുടെ കൂടെ. അപ്പോൾ അദ്ദേഹവും ഞങ്ങളെല്ലാം കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ, ഇവിടുത്തെ ഒരു റിയാലിറ്റി എന്താണ്, ഇതിൻ്റെ ഒരു റിയാലിറ്റി വ്യക്തമായിട്ട് പറഞ്ഞു തന്നു അദ്ദേഹം. നമുക്കിപ്പോൾ നമ്മൾ വള്ളക്കടവിലേക്ക് എത്തുകയാണ്. ഇത് വള്ളക്കടവല്ലേ? അതെ, വള്ളക്കടവ് ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് സത്രത്തിലേക്ക് പോകുന്ന വഴി, സത്രത്തിലേക്ക് പോകുന്ന വഴിയിലല്ലേ? അങ്ങോട്ട് പോകുന്ന വഴിയല്ലേ? വഴിയിലേക്ക് പോകുന്ന വഴിയിലേക്ക് പോകുന്ന ഇതാണ്. അപ്പോൾ ഇതാണ് വള്ളക്കടവ് എന്ന് പറയുന്ന ജംഗ്ഷൻ. അതെ, ഫസ്റ്റ് ഇമ്പാക്റ്റ് ആകുന്നത് ഇവിടെയാണല്ലേ? ഇതിനപ്പുറം മരമാണ്. ഞാൻ വണ്ടിപ്പെരിയാർ ഞാൻ മുമ്പ് വീഡിയോയിലൂടെ കാണിച്ചിരുന്നു.